നമസ്കാരം മക്കളെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ മകൾക്കായി ഒരു നല്ല ആരോഗ്യകരമായ ചമ്മന്തിപ്പൊടിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ഓരോ വീടിൻ്റെ അടുക്കളയിലും ചില ചെറിയ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ അതൊരു സാധാരണ ഭക്ഷണം പോലെ തോന്നും. പക്ഷേ അതിനുള്ളിൽ സ്നേഹവും ആരോഗ്യവും തലമുറകളുടെ അറിവും ഒളിഞ്ഞിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നതും അത്തരമൊരു ചെറിയ ആരോഗ്യ രഹസ്യത്തിന്റെ കഥയാണ്. എൻ്റെ ചെറുപ്പകാലത്ത് നമ്മുടെ അമ്മമാരും അമ്മുമ്മമാരും ആരോഗ്യത്തിനായി വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല. അവർ വിശ്വസിച്ചിരുന്നത് പ്രകൃതിയിൽ നിന്നുള്ള ഭക്ഷണങ്ങളിലായിരുന്നു. വീട്ടിൽ കിട്ടുന്ന ചെറിയ സാധനങ്ങൾ ഉപയോഗിച്ച് ശരീരത്തിന് ശക്തി നൽകുന്ന പല വിഭവങ്ങളും അവർ ഉണ്ടാക്കുമായിരുന്നു. അവരുടെ കൈകളിൽ ഒരു പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു. അവർ ഉണ്ടാക്കുന്ന ഓരോ ഭക്ഷണത്തിലും കുടുംബത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു കരുതൽ ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ അതിൻ്റെ വില മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷേ ഇന്ന് മനസ്സിലാക്കുന്നു, ആ ചെറിയ ശീലങ്ങളാണ് വലിയ ഒരു ആരോഗ്യത്തിന്റെ അടിസ്ഥാനമെന്ന്. കുറച്ചു കാലം മുമ്പാണ് ഞാൻ മനസ്സിലാക്കിയത്, നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ കിട്ടുന്ന ചില സാധനങ്ങൾ കൊണ്ട് ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കുമെന്ന്. സത്യത്തിൽ പറഞ്ഞാൽ ഇത്രയും ലളിതമായ ഒരു ആശയത്തിന് പിന്നിൽ ഇത്രയും വലിയ ഒരു ആരോഗ്യ രഹസ്യം ഉണ്ടെന്നറിഞ്ഞപ്പോൾ എനിക്കും അതിശയം തോന്നി. ചിലപ്പോൾ നമ്മൾ ആരോഗ്യത്തിനായി വളരെ ദൂരം അന്വേഷിക്കും. പക്ഷേ നമ്മുടെ സ്വന്തം അടുക്കളയിൽ തന്നെ പ്രകൃതി നൽകിയ പല സമ്മാനങ്ങൾ ഉണ്ടാകും. ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ ജീവിതം ഒരുപാട് മാറിയിരിക്കുന്നു. പഠനം, കളി, തിരക്ക് എല്ലാത്തിനും ശരീരത്തിന് നല്ല ഊർജം ആവശ്യമാണ്. വളരുന്ന പ്രായത്തിൽ കുട്ടികൾക്ക് ശരിയായ പോഷകങ്ങൾ ലഭിക്കുന്നത് വളരെ പ്രധാനമാണ്. ഡ്രൈ ഫ്രൂട്ട്സും സീഡ്സും പോലുള്ള ഭക്ഷണങ്ങൾ ശരീരത്തിന് ആവശ്യമായ നല്ല കൊഴുപ്പുകളും പ്രോട്ടീനും മിനറലുകളും നൽകാൻ സഹായിക്കുന്നവയാണ്. കുട്ടികൾക്ക് ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ ചെറുപ്പം മുതൽ തന്നെ ഉണ്ടാകുന്നത് ഒരു അമ്മയുടെ വലിയ സമ്മാനമാണ്. കാരണം ഇന്ന് നമ്മൾ നൽകുന്ന നല്ല ഭക്ഷണശീലങ്ങളാണ് അവരുടെ നാളെയുടെ ആരോഗ്യത്തെ രൂപപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ആരോഗ്യവും വളരെ പ്രധാനമാണ്. ഒരു വീട്ടിലെ എല്ലാവരെയും സ്നേഹത്തോടെ നോക്കുന്ന അമ്മമാർ പലപ്പോഴും സ്വന്തം ആരോഗ്യത്തെ മറക്കാറുണ്ട്. കുടുംബത്തിന് വേണ്ടി ഓടുന്ന സ്ത്രീകൾക്ക് ശരീരത്തിന് വേണ്ട ഊർജവും പോഷണവും ലഭിക്കണം. നമ്മൾ മറ്റുള്ളവരെ നോക്കുന്നത് പോലെ തന്നെ സ്വന്തം ശരീരത്തെയും ശ്രദ്ധിക്കണം. ഒരു ചെറിയ ആരോഗ്യശീലം പോലും ജീവിതത്തിൽ വലിയ ഒരു മാറ്റം കൊണ്ടുവരാം. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, ഭക്ഷണം വെറും വിശപ്പ് മാറ്റാനുള്ള ഒന്നല്ല, അത് സ്നേഹമാണ്. ഒരു അമ്മ
മക്കൾക്കായി ഉണ്ടാക്കുന്ന കരുതലാണ്. ഒരു കുടുംബം ആരോഗ്യത്തോടെ ഇരിക്കണമെന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് ചമ്മന്തിയും അത്തരമൊരു സ്നേഹത്തിന്റെ ഭാഗമാണ്. വളരെ ലളിതം, പക്ഷേ അതിനുള്ളിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? എൻ്റെ മക്കൾക്കായി സ്നേഹത്തോടെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ്. ഒരു അമ്മയുടെ മനസ്സിൽ എപ്പോഴും ഒരു ആഗ്രഹമുണ്ടാകും, എൻ്റെ കുഞ്ഞ് ആരോഗ്യത്തോടെ ഇരിക്കണം, സന്തോഷത്തോടെ ഇരിക്കണം എന്ന്. മക്കൾ എത്ര വളർന്നാലും അവർ അമ്മയ്ക്ക് എന്നും ഒരു കുഞ്ഞ് തന്നെയാണ്. അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന ആ സന്തോഷം, അത് കാണുമ്പോൾ അമ്മയ്ക്ക് കിട്ടുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ചിലപ്പോൾ വലിയ സമ്മാനങ്ങളൊന്നും വേണ്ട, അമ്മ സ്നേഹത്തോടെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ചെറിയ വിഭവം മതി. അതിൽ നിറയെ സ്നേഹവും കരുതലും ഉണ്ടാകും. എൻ്റെ മകൾ ഇത് കഴിച്ച് മാ ഇത്ര മസ്ത് എന്ന് പറയുമ്പോൾ ആ ഒരു വാക്ക് കേൾക്കുന്നത് തന്നെ എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം ഒരമ്മയ്ക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയാമോ? താൻ സ്നേഹിക്കുന്നവർ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണുക, അവർ കഴിക്കുമ്പോൾ സ്നേഹത്തോടെ ഒരു പുഞ്ചിരി തരിക, അത്രയും മതി. മക്കളുടെ ആരോഗ്യം നല്ലതായിരിക്കണം. അവർക്ക് എപ്പോഴും നല്ല ഊർജമുണ്ടാകണം. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ നേരിടാൻ അവർക്ക് ശക്തി ഉണ്ടാകണം എന്നതാണ് ഓരോ അമ്മയുടെയും ആഗ്രഹം. അതുകൊണ്ടാണ് രുചിയോടൊപ്പം ആരോഗ്യവും നൽകുന്ന ഇത്തരം ചെറിയ കാര്യങ്ങൾ ഞാൻ അവർക്കായി ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നത്. എൻ്റെ മകൾ ഒരു രാജസ്ഥാനി കുട്ടിയാണ്. അവൾ സന്തോഷത്തോടെ കഴിക്കുന്നത് കാണുമ്പോൾ എൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ കാര്യം അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന ചിന്ത തന്നെ എൻ്റെ മനസ്സ് നിറയ്ക്കും. അമ്മയും മകളും തമ്മിലുള്ള ബന്ധം അങ്ങനെ തന്നെയാണ്. വാക്കുകളേക്കാൾ കൂടുതൽ സ്നേഹം പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ്. ഇതേ ഡ്രൈ ഫ്രൂട്ട്സും സീഡ്സും ഉപയോഗിച്ച് മറ്റൊരു രുചികരമായ ആരോഗ്യ വിഭവം കൂടി ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്നേഹത്തോടെ തയ്യാറാക്കുന്ന ഒരു ഹെൽത്തി ഡ്രൈ ഫ്രൂട്ട് ലഡു. രുചിയും ആരോഗ്യവും ഒരുമിച്ച് നൽകുന്ന ഒരു ചെറിയ മധുരം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ ചെറിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഫോളോ ഫോർ മോർ.